സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകളണിയിപ്പോൻ. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക. നിന്നെ കരുതി നിനച്ചിടുമേ, പിന്നെ നിനക്കെന്താശങ്ക. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. യു ആർ പ്രഷ്യസ് ആൻഡ് ഓണേർഡ്. നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനുമാകുന്നു. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെയും ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനുമാകുന്നു. യു ആർ പ്രഷ്യസ് ആൻഡ് ഓണേർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം തിരുവചനം. Because you are precious in my eyes and honored, and I love you, I give men in return for you, peoples in exchange for your life. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും നിന്ദിക്കുന്നവരും ധാരാളമുണ്ടാകാം. നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ പലവിധ പീഡനങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരും. യാതൊരു കുറ്റവും ചെയ്യാതെ ധാരാളം പഴി കേൾക്കേണ്ടി വരും. രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ ഏകാന്തതയിൽ കണ്ണീർ പൊഴിച്ച് രാത്രികൾ തള്ളി നീക്കേണ്ട അവസ്ഥകൾ വന്നു ചേരാം. എന്നാൽ ഒരു കാര്യം നാം വിസ്മരിച്ചു പോകരുത്. നമ്മുടെ ദൈവത്തിന് നമ്മൾ വിലയേറിയവരാണ്. ആരൊക്കെ തള്ളിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്ദിച്ചാലും ദൈവം നമ്മളെ മാന്യനും വിലയേറിയവരുമായിട്ടാണ് കാണുന്നത്. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അപ്രകാരമാണ് പറഞ്ഞത്. കുറിവാക്യമായിട്ട് ദൈവാത്മാവ് തന്ന തിരുവചനമാണത്. യെശയ്യാ 43:4 തിരുവചനം. ദാവീദ് എന്ന ഇടയ ബാലനെ ആരും വിലയേറിയവനായി കണ്ടില്ല. മാതാവും പിതാവും സ്വന്തം സഹോദരന്മാർ പോലും ഉപേക്ഷിച്ചു. എന്നാൽ കർത്താവിന് അവൻ വിലയേറിയവനായിരുന്നു, വലിയവനായിരുന്നു. അതിനാൽ കർത്താവ് ദാവീദിനെ സിംഹാസനത്തിൽ ഇരുത്തി നമുക്ക് വില കൽപ്പിക്കുന്നത് ഈ ലോകത്തിലെ ജനങ്ങളല്ല. അടിവരയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് വില കൽപ്പിക്കുന്നത് ഈ ലോകത്തിലെ ജനങ്ങളല്ല. ചേർന്നൊരാമേൻ പറയാവോ? ആമേൻ. പിന്നെ ആരാ? സ്വർഗമാണ്, ദൈവമാണ്. കാരണം എന്താ? നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവം നമുക്ക് ഒരു വിലയിട്ടിട്ടുണ്ട്. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്നതാണ് നമ്മുടെ ദൈവം. നാം ദൈവത്തിനുള്ളവർ ആകയാൽ ജീവിതത്തിലെ പ്രയാസവേളകളിൽ ദൈവം നമ്മോട് കൂടെയിരിക്കും. പ്രതികൂലങ്ങളാകുന്ന വെള്ളം നിന്നെ മുക്കിക്കളയുവാൻ ദൈവം അനുവദിക്കുകയില്ല, ഒരിക്കലും അനുവദിക്കുകയില്ല. തീയിൽ കൂടി കിടക്കേണ്ടി വന്നാലും നമ്മൾ വെന്തുപോകുകയില്ല, വെന്തുപോകാൻ ദൈവം സമ്മതിക്കില്ല. കാരണം നമ്മുടെ ദൈവത്തിന് നാം മാന്യരും വിലയേറിയവരുമാണ്. സ്തോത്രം. നമ്മളെ നേടേണ്ടതിന് നമ്മുടെ നാട്ടുകാരോ വീട്ടുകാരോ സ്വന്തക്കാരോ അപ്പനോ അമ്മയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവോ രക്തം ചിന്തിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മളുടെ മേൽ അവകാശവും അധികാരവും കർത്താവായ യേശുവിനാണ്. ബിക്കോസ് നമ്മൾ അവന് വിലയേറിയവരും മാന്യരുമാണ്. സൗന്ദര്യം കുറവായതുകൊണ്ടോ സ്ഥാനമാനങ്ങൾ കുറവായതുകൊണ്ടോ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. അവൻ എളിയവനെ ആദരിക്കുന്നവനാണ്. 72-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങളിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡനത്തിൽ നിന്നും സഹനത്തിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അപ്രകാരം അവകാശത്തോടെ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരേ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ രക്തം കർത്താവിന് വിലയേറിയതാണ്. ആ രക്തത്തിന് ദൈവം കാവൽ ഒരുക്കുന്നു. ആഹാബിൻ്റെ ഭാര്യ ഇസബേൽ
നാബോത്തിനെ ഇല്ലാത്ത കുറ്റം ചുമത്തി അവനെ കല്ലെറിഞ്ഞ് കൊല്ലിച്ച് അവന്റെ മുന്തിരിത്തോട്ടത്തെ സ്വന്തമാക്കി. കർത്താവ് ഏലിയ പ്രവാചകനിലൂടെ അവർക്ക് അരുളപ്പാട് കൊടുത്തു. 1 രാജാക്കന്മാർ 21, 19, 23, 24 വാക്യങ്ങൾ. നീ അവനോട്, നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് കർത്താവ് ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും എന്ന് കർത്താവ് കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറയുക. ഇസബേലിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തത്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലരികെ വെച്ച് തിന്നുകളയും. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും. പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടു. കർത്താവ് അപ്രകാരം പറഞ്ഞത് സംഭവിക്കുകയും ചെയ്തു. ഹാബേലിന്റെ രക്തം യഹോവയ്ക്ക് വിലപ്പെട്ട രക്തമായിരുന്നു. അതുകൊണ്ട് കർത്താവ് കായീനോട് പറഞ്ഞു, 14:10, നീ എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഈ കാലഘട്ടത്തിലും ഈ ആധുനിക കാലഘട്ടത്തിലും അനേക ഹാബേൽമാരുടെ രക്തം ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. അതിനു മറുപടി ആരാണോ ആ രക്തം ചിന്തിയത് അവൻ കൊടുക്കേണ്ടി വരും. അവൻ അതിനാ വില കൊടുക്കേണ്ടി വരും. ഹാബേലിന്റെ പുണ്യാഹ രക്തത്തിന്റെ ശബ്ദം യഹോവ കേട്ടു. കർത്താവ് കായീനെ തന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളയുകയും അവൻ ശാപഗ്രസ്തനാകുകയും ചെയ്തു. നമ്മുടെ കർത്താവ് തള്ളപ്പെട്ട കല്ലായിരുന്നു, എന്നാൽ ദൈവം അതിനെ മൂലക്കല്ലാക്കി മാറ്റി. യെശയ്യാ 28:16 പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേൽ ഉറക്കുന്നവന് പ്രതികൂലങ്ങൾ അനവധി ഉണ്ടാകും, വീഴില്ല. കാരണം വചനമാകുന്ന പാറമേലാണ് നീ ഭവനം പണിതിരിക്കുന്നത്. നീ തള്ളപ്പെട്ട കല്ലായിരിക്കാം. വെള്ളി ഊതിക്കഴിക്കും പോലെയും തീയിൽ ഉരുകുന്നത് പോലെയും അനേകം ശോധനകളിൽ കൂടി കടന്നുപോയ കല്ലായിരിക്കാം. എന്നാൽ ദൈവം നമ്മെ വളരെ വിലയേറിയവരായി കാണുന്നു. കാരണം ദൈവം നമ്മെ വളരെ വില കൊടുത്തു വാങ്ങിയതാണ്. ദൈവത്തിന് നാം എന്നും പ്രിയപ്പെട്ടവരാണ്. അതിനാൽ ഈ ലോകത്തിലെ സകല വേദനകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം. സ്തോത്രം. യെശയ്യാ പ്രവാചകനുള്ള കർത്താവ് പറയുന്നത്, സഹനത്തിന്റെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. അഗ്നിയിലൂടെ കടന്നു പോകുന്ന സ്വർണത്തിന് മാറ്റു കൂടുതലാണ്. 1 പത്രോസ് 1:7 അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇട വരും. ആമേൻ. യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവിടെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിനം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് തിരുസന്നിധിയിൽ കൊണ്ടുവരുന്നു. വിശേഷാൽ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലും ഹോസ്പിറ്റലും മറ്റു പലയിടങ്ങളിലും രോഗാവസ്ഥയിലായിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേൽ വച്ചിരിക്കാൻ സ്തോത്രം. അവിടുത്തെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്ത് അഴിക്കപ്പെടും. ഇപ്രകാരം അവിടെ തന്നിരിക്കുന്ന അധികാരത്തോടെ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലും സൗഖ്യം കൊടുത്തിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്ക് പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ഉള്ളംകൈയിൽ അവരെ സൂക്ഷിക്കണമേ കർത്താവേ. ഒരു ബാധയും അവരുടെ കൂടാരങ്ങളെ അടുക്കാതെ അത്ഭുതകരമാവണ്ണം കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. ഓരോ സംസ്ഥാനങ്ങളെയും, പ്രത്യേകിച്ച് കേരളത്തെ, തമിഴ്നാടിനെ, കർണാടകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ വളരെയധികം ആക്സിഡൻറ്റിൽ അനേക മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി ദുഃഖാർത്ഥരായിരിക്കുന്ന ആ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്.
ആശ്വാസത്തിൻ്റെ കരം അവരുടെ മേൽ അവിടുന്ന് വയ്ക്കണമേ ദൈവമേ. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധം നടക്കുന്ന ഓരോ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവേ, അവിടുത്തെ തിരുസാന്നിധ്യം, അവിടുത്തെ കരസ്പർശനത്താൽ ഓരോ രാഷ്ട്രത്തലവന്മാരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. പൂർണ്ണാരോഗ്യത്തോടെ തിരുവുള്ളത്തിൽ അവരെ സൂക്ഷിക്കണമേ. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കർത്താവെ തളർന്നു പോകാതെ പ്രത്യാശയോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ശക്തി തരുന്നതിനായി നന്ദി പറയുന്നപ്പ. കടബാധ്യതയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ കടം വാങ്ങിക്കുന്നവനായിരിക്കില്ല, കടം കൊടുക്കുന്നവനായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് കർത്താവെ, നന്മയുടെ വാതിലെ മക്കൾക്കായി അവിടുന്ന് തുറന്നിരിക്കാൻ സ്തോത്രം. അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ പേരിൽ അനേക കുടുംബങ്ങളിൽ കർത്താവെ വെറുപ്പും വൈരാഗ്യവും വെച്ച് പുലർത്തുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ അവർ മൂടുമടം മാറി തിരുവചന സത്യം അവർ ഗ്രഹിക്കുവാനും ജീവനുള്ള ദൈവത്തെ അവരുടെ സ്വന്തമായി സ്വീകരിക്കുവാനും കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എപ്പോഴും നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ക്ലേശം, ദുരിതം, പീഡനവും രോഗമനർത്ഥം, ദാരിദ്ര്യം. ക്ലേശം, ദുരിതം, പീഡനവും രോഗമനർത്ഥം, ദാരിദ്ര്യം. ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും. ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു നാളും. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ? ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ. ആദിയാലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ?